39-ാമത്തെ സൂറത്തായ സൂറത്ത് സുമറിലെ 18-ാമത്തെ ആയത്തിനെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് സുമർ 75 ആയത്തുകളും 8 റുക്കുകളുമുള്ളതാണ്. ഇത് മക്കിയായ സൂറത്താണ്. ഈ സൂറത്തിൽ കൂടുതലും വിശ്വാസികളെക്കുറിച്ചും വിശ്വാസികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കാഫിര്യങ്ങളും അവരുടെ സ്വഭാവങ്ങൾ, അവർക്ക് കിട്ടുന്ന ശിക്ഷകൾ, ഈ വക കാര്യങ്ങളാണ് കൂടുതലും ഈ സൂറത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇതിലെ കാര്യങ്ങൾ ഈ സൂറത്തിലെ ആയത്തുകൾ ഓരോന്നും വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം ആയത്ത് 18-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊനൽ അഹ്സനഹു ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു വഉലൈക ഹും ഉലുൽ അൽബാബ്. ഇതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ആയത്തോടെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം അല്ലദീന, ആ കൂട്ടർ എന്ന് പറഞ്ഞാണ് അള്ളാഹു ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ. അതിന് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ത്വാഗൂത്തിൽ നിന്നും പിശാചിൻ്റെ പ്രേരണയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും അള്ളാഹുവിനോട് തഖ്വയോടുകൂടി ജീവിക്കാനും അങ്ങനെയുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നുമുണ്ട്. അക്കൂട്ടർ എങ്ങനെയുള്ളവരാണ് എന്നാണ് തൊട്ടടുത്ത ആയത്തിലൂടെ അള്ളാഹു ഉപദേശിക്കുന്നത്. താവൂത്ത് എന്ന വാക്ക് 17-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിനെ പിൻപറ്റുക എന്നാണ്. പിശാചിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ പിശാചിൽ നിന്നുണ്ടാകുന്ന ദുർപ്രേരണകൾ നിമിത്തം നാം ചെയ്തു കൂട്ടുന്ന തിന്മകളെ ആണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഷിർക്കീപരമായിട്ടുള്ള ആരാധനാകർമ്മങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ മറ്റ് എല്ലാ ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും പ്രവൃത്തികളും എല്ലാം ഇതിൽപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് അല്ലദീന യസ്തമിഊനൽ ഖൗല, നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരാളൊരു ഉപദേശം പറയുമ്പോൾ, അല്ലെങ്കിൽ ഖുർആൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, ഹദീസുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഗുണപ്രദമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ടോ ഫയത്തബിയൂന അഹ്സനഹു, അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുക എന്നാണ് പറഞ്ഞത്. അക്കൂട്ടർക്ക് അള്ളാഹു കൊടുക്കുന്ന 2 അനുഗ്രഹങ്ങളാണ്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു, അക്കൂട്ടരെ അള്ളാഹു നേർമാർഗത്തിലാക്കും, സന്മാർഗം അള്ളാഹു അവർക്ക് കൊടുക്കും. അതേപോലെ തന്നെ വഉലൈക ഹും ഉലുൽ അൽബാബ്, അക്കൂട്ടർ ബുദ്ധിമാന്മാരുമാണ്. ആലോചിച്ച് നോക്കൂ, ബുദ്ധിമാന്മാർ. ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ 2 അനുഗ്രഹങ്ങളാണ് നമുക്ക് അള്ളാഹു നൽകുക. കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് അതുവഴി നമുക്ക് ഗുണപാഠമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെ നേർമാർഗത്തിലാക്കുകയും ബുദ്ധിയുള്ളവരാക്കുകയും ചെയ്യും. ബുദ്ധി ഇല്ലെങ്കിൽ, വിവേകമില്ലെങ്കിൽ നാം തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. ഈ സമുദായത്തിൽ ഏറ്റവും അറിവുള്ളവർക്ക് പോലും സംഭവിക്കുന്ന കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആദ്യത്തെ തന്നെ മുടക്ക് കാണിക്കുക. എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്കിതെല്ലാം അറിയാം, എനിക്കിതൊന്നും അറിയണ്ട എന്ന് പറയുന്ന മനുഷ്യർ, അതുപോലെ തന്നെ സംസാരിക്കുന്നതിനിടയിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവർ, അതുപോലെ അവസാനം വരെ കേൾക്കാതെ ആ കേൾക്കുന്ന കാര്യങ്ങളിൽ യുക്തിപരമായിട്ട് വേറെ രീതിയിൽ അതിനെ ചിന്തിച്ചുകൊണ്ട് ആയത്തിനെ തകിടം മറിച്ചുകൊണ്ട് വേറെ അഭിപ്രായങ്ങൾ പറയുന്നവർ. ഇപ്പോൾ തന്നെ മുഹറം 9ഉം 10ഉം ഉള്ളത് ഈ 2 ദിവസങ്ങൾ നമ്മൾ പല ദിവസങ്ങളിലായിട്ടാണ് നോമ്പനുഷ്ഠിക്കുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇത് ഏത് ദിവസമാണെന്നുള്ള കൺഫ്യൂഷൻ പോലുമാണ്. അത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് ഓരോ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ മുഹറം 9ഉം 10നും അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് കാര്യം, നമ്മൾ ഏതൊരു ആയത്ത് കേട്ടാലും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്താൽ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ ഉൾപ്പെടുമെന്ന് അള്ളാഹു ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മളെ വ്യക്തമാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരായത്ത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ ആവശ്യമില്ലാതെ തർക്കിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് പരലോകത്ത് വെച്ച് അള്ളാഹു അവൻ്റെ ഐച്ഛികമായ കാര്യങ്ങളെയും അതുപോലെ നിർബന്ധമായ നന്മകളെയും എല്ലാം അള്ളാഹു മായ്ച്ചു കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു ഖുർആനായത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ, ഏതെങ്കിലും ഒരു പ്രബോധനപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടുന്ന കാര്യങ്ങൾ, അതുവഴി നമുക്ക് സ്വർഗത്തിലേക്കുള്ള
വഴി എളുപ്പമാകുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ, അത് എത്രത്തോളം അതിൻ്റെ അകത്ത് നന്മയുണ്ട്, ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് മനസ്സിലാക്കി അത് ചിന്തിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ 2 അനുഗ്രഹങ്ങൾ നമ്മളെ നിന്ന് നഷ്ടപ്പെടും. അള്ളാഹു നേർമാർഗത്തിലാക്കുന്നതിന് പകരം നമ്മെ ദുർമാർഗികളാക്കും. അള്ളാഹു ബുദ്ധിമാന്മാരാക്കുന്നതിന് പകരം നമ്മളെ വിവേകമില്ലാത്ത വിഡ്ഢികളായ ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അങ്ങനെ ബുദ്ധിയില്ലാത്തവരായി വിവേകമില്ലാത്തവരാകുമ്പോൾ നമുക്ക് ജനങ്ങൾക്കിടയിൽ സംസാരിക്കാനോ അവരോട് പെരുമാറാനോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിത്തീരും. അപ്പോൾ തക്ലീദ് എന്ന് പറയുന്ന അന്ധമായ അനുകരണം എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ച് ഇല്ലാത്തതാണ്. ഒരു പണ്ഡിതനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആ പണ്ഡിതൻ്റെ വാക്കുകൾ അത് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അത് അന്ധമായിട്ട് അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിയാൽ നാഥൻ നമ്മെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഏറ്റവും നല്ലതിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഖുർആനായത്തും ഹദീസുകളുമാണ്. ഇത് രണ്ടും നമ്മൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നാം രക്ഷപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏത് കാര്യം കേട്ടാലും ശ്രദ്ധാപൂർവം അത് വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഉത്തമ സമുദായത്തിൻ്റെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.